ജീവിതത്തിൽ കടബാധ്യതകളും കഷ്ടപ്പാടുകളും രോഗദുരിതങ്ങളും ദാരിദ്ര്യവും അനുഭവിക്കുന്നവർ ശിവക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഈ താഴെ പറയുന്ന വഴിപാടുകളിൽ ഏതെങ്കിലും 2 കഴിപ്പിക്കുക. കുടുംബം രക്ഷപ്പെടും. തിരുവാതിര, പ്രദോഷം, തിങ്കൾ, ശനി എന്നീ ദിവസങ്ങളിൽ ഈ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. ആയുസ്സ്, രോഗദുരിത ശാന്തി, സമാധാനം ഇവ ലഭിക്കും. വിവാഹ തടസ്സം നേരിട്ടാൽ ശിവനെ പിൻവിളക്കും ജലധാരയുമാണ് കഴിപ്പിക്കേണ്ടത്. വളരെ എളുപ്പം വിവാഹം കഴിക്കും. തടസ്സങ്ങളൊക്കെ മാറും. സർപ്പദോഷമോ കുടുംബത്തിൽ മറ്റെന്തെങ്കിലും ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അവ മാറിപ്പോവുകയും ചെയ്യും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ശിവഭഗവാന്റെ സംരക്ഷണത്തിൽ നിങ്ങൾ ധന്യരാകും. ഫലം ഉറപ്പാണ്. ദുരിതങ്ങൾ അനുഭവിച്ച ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായി ഒരു വീട്, ഭൂമി, തൊഴിൽ ഇവ ലഭിക്കാനും ശിവഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. 7ക ശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ എന്നീ ദോഷങ്ങൾ നമ്മെ ബാധിക്കില്ല. ശിവന്റെ സംരക്ഷണത്തിൽ നമ്മളുണ്ടെങ്കിൽ ഒരു ദോഷവും ബാധിക്കില്ല. ഇതിനെല്ലാം പുറമെ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ശിവൻ ഒരു രക്ഷാകവചം പോലെ നമ്മെ സംരക്ഷിക്കും. ആപത്തുകളിൽ നിന്നും, മരണഭയത്തിൽ നിന്നും, വലിയ രോഗദുരിതങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കും. മൃത്യുഞ്ജയ മന്ത്രം സദാ ജപിക്കുക. മൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും കമൻറ്റ് ബോക്സിൽ എഴുതി കാണിക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. മറുപടി തരുന്നതായിരിക്കും. മാസത്തിൽ ഒരു ദിവസം കൃഷ്ണപക്ഷ പ്രദോഷം, അതായത് വെളുത്ത പക്ഷത്തിൽ വരുന്ന പ്രദോഷം ശിവക്ഷേത്ര ദർശനം നടത്തി ശിവഭഗവാനെയും നന്ദിഭഗവാനെയും പ്രാർത്ഥിക്കുക. ശിവന്റെയും നന്ദിഭഗവാന്റെയും അഭിഷേകങ്ങൾ, അതായത് ഭസ്മാഭിഷേകം, ഇളനീരഭിഷേകം, പാലഭിഷേകം, പന്നീരഭിഷേകം ഇവയൊക്കെ കണ്ട്, പൂജകളൊക്കെ കണ്ട് പ്രാർത്ഥിക്കുക. വളരെ ഐശ്വര്യമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറാനും സമാധാനമുണ്ടാകാനും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും വളരെ ഉത്തമമാണ്. പ്രദോഷ സന്ധ്യയിൽ പ്രാർത്ഥിക്കുന്നവയെല്ലാം വളരെ എളുപ്പം ഫലം ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ശിവഭഗവാൻ അന്ന് വളരെ വേഗം പ്രസാദിക്കുമെന്നാണ് വിശ്വസിക്കപ്പെട്ടിരിക്കുന്നത്. പാർവതി ദേവി ശ്രീലകത്ത് അന്ന് ഉണ്ട് എന്നും ശിവനും പാർവതിയും വളരെ സന്തോഷവാനായി കളിച്ചു ചിരിച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ശിവന് കോപമൊന്നുമില്ല, വളരെ എളുപ്പം പ്രസാദിക്കും എന്നുമൊക്കെയാണ് പഴമക്കാർ, മുത്തശ്ശിമാർ കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രദോഷ സന്ധ്യയിൽ ദേവലോകത്തു നിന്നും എല്ലാ ദേവീ ദേവന്മാരും ശിവന്റെ നൃത്തം കാണാനായി കൈലാസത്തിൽ എത്തുമെന്നൊക്കെയാണ് വിശ്വാസം. ഇതൊക്കെ പഴമക്കാർ പറഞ്ഞു തന്നിട്ടുള്ള, മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള കഥകളാണ്. പുരാണങ്ങളിൽ, ശിവപുരാണത്തിലും ഇതൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളവയാണ്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ, ബാധാദോഷം, ശത്രുദോഷം, ദൃഷ്ടിദോഷം, വിളിദോഷം ഇവയൊക്കെ വളരെ എളുപ്പം മാറും. അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോഴും പൂജാസമയത്തും ക്ഷേത്രത്തിനകത്തും ഓം നമഃശിവായ, ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. 108 തവണയെങ്കിലും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുഷീയമാമൃതാത്. ഇതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഈ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതോടുകൂടി മരണഭയം ഇല്ലാതാകുന്നു. അപകട മരണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നു. ശിവഭഗവാൻ നമ്മളെ ഒരു രക്ഷാകവചം പോലെ സംരക്ഷിക്കും. പല അപകടങ്ങളിൽ നിന്നും വലിയ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. ഈ മന്ത്രം കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അറിഞ്ഞൂടാത്തവർ പഠിക്കുക. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ മന്ത്രം പറയുന്നത് മൂലം അപകട മരണങ്ങൾ ഇല്ലാതാകുന്നു. അപകടങ്ങളിൽ നിന്നും ശിവഭഗവാൻ ഒരു കവചം പോലെ നമ്മെ സംരക്ഷിക്കും. വലിയ വലിയ രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്കും രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് മരണഭയം ഇല്ലാതാകാനും അസുഖം ഭേദപ്പെടാനും ഈ മന്ത്രം ഉപകരിക്കും. രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്കൊക്കെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അവർക്ക് മരണഭയം. സ്ത്രീകൾ അശുദ്ധി സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കാതിരിക്കുക. പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കാതിരിക്കുക. ശിവനെ മനസ്സിൽ ഗുരുവായി സങ്കല്പിച്ച് ജപിക്കാവുന്നതാണ്. ഇതിന് വേറെ ഒന്നും പേടിക്കാവുന്നതല്ല. എല്ലാവർക്കും, കുട്ടികൾക്ക് പോലും ജപിക്കാവുന്ന, വൃത്തിയായും ശുദ്ധിയായും ജപിക്കണമെന്ന് മാത്രം. എല്ലാവരും ജപിക്കുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ശിവഭഗവാൻ തരട്ടെ, സമാധാനം നിറഞ്ഞ ജീവിതം എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത്തരം അറിവുകൾ ലഭിക്കാനായി എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം.